അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയ ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതാണ്ട് നമുക്ക് അപ്പോൾ ആദ്യമേ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞിനെ നമുക്ക് ആദ്യം കിട്ടിയായിരുന്നു. കുഞ്ഞല്ല, ഇച്ചിരി ഇടത്തരം. നമ്മളപ്പോഴേ കളഞ്ഞു അതിനെ, ചെറുതായതുകൊണ്ട്. പക്ഷേ വീണ്ടും കിട്ടിയത് വലുതായിരുന്നു, അതുകൊണ്ട് കളയാൻ മനസ്സ് തോന്നിയില്ല. നല്ല അടിപൊളി ഒരു മീൻ. എൻ്റെ പേര് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ മീനെന്ന് കണ്ടാൽ പറയുന്നതെന്ന് തോന്നി. ഹെലികോപ്റ്റർ കണക്ക് ഇരിക്കും എടുത്ത് തറയിൽ വെച്ചാൽ. അപ്പോൾ നമ്മൾ ദാണ്ട് അതിനെ ഊരാൻ പോവുകയാണ്, എൻ്റെ ഹുക്ക് ഊരാൻ പോവുകയാണ്. നമ്മളെ കയ്യിൽ ആദ്യമേ പൊത്തേറിയത് കൊണ്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് നമ്മളതുകൊണ്ട് തുണിയിട്ട് മാത്രമേ ഊരത്തുള്ളൂ. ഒരിക്കൽ നമുക്ക് പറ്റും. അടുത്തത് നോക്കിയാൽ അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്ന രേട്ടയാണ്, നമ്മളുടെ വില്ലൻ. പണ്ട് എൻ്റെ കൈ പൊത്തേറിയത് ഇതിൻ്റെ മുള്ളാണ്, ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരെ. അതേ സാധനം ദാണ്ട വീണ്ടും നല്ല ഹെവിയൊരു സാധനമാണത് കിട്ടിയിരിക്കുന്നത്. തുണി ഇട്ട് പിടിച്ചില്ല, അതിന് പണിയാണ്. നമ്മൾ കൈ പൊത്തേറിയ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിന് ഇടയ്ക്ക് വേറെയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ ചേട്ടാ. എല്ലാം വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഹുക്ക് ഊരുകയാണ്. നല്ലോണം അങ്ങ് ഇതിൻ്റെ ഹുക്ക് അങ്ങ് വിഴുങ്ങിയായിരുന്നു. അതുകൊണ്ട് ഊരിയെടുക്കാൻ ഇച്ചിരി പാടുപെട്ട് കുറേ നേരം എടുത്ത് അതിൻ്റെ ഊരിയെടുക്കാനായിട്ട്. അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കിയാൽ ഹമൂറിൻ്റെ കുഞ്ഞ്, അതായത് അഴുകയെന്നൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെന്തോ പറയുന്നതെന്ന് പറയണേ. ഇത് അഴുക, ഹമൂറിൻ്റെ കുഞ്ഞ്. ഇത് നല്ല ഹെവി സാധനമാവുന്നതാണ്. ഇതിൻ്റെ വേറൊന്നോടി കിട്ടിയായിരുന്നു നമുക്ക്. അത് ഇരുട്ടൊക്കെയാണ്, നമ്മൾ എടുത്തില്ല. ഏത് മീനായാലും നമ്മൾ വേണ്ട ഇതെനിക്ക് തുണി വെച്ച് ഊരത്തോളൂ. ഒരു വട്ടം കൈ കൊണ്ടത് കൊണ്ട് നമുക്ക് പേടിയാണ്. വേണ്ട ഇത്രയും കിട്ടിയുള്ളൂ. 1 2 3 4 ഏട്ടക്കുരിയും പിന്നെ ആമൂറിൻ്റെ 2 കുഞ്ഞുങ്ങളും പിന്നെ മറ്റേ ആ മീനും. ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയത്. ഏതാണ്ട് ബാക്കി എല്ലാവരും ഡെഡായി. പക്ഷേ നമ്മളെ അമൂറിൻ്റെ കുട്ടികൾ 2 എണ്ണം സ്ട്രോങ് ആയിട്ടുണ്ട്. ആൾക്കാർ 2 എണ്ണം ജീവനോടെ ഉണ്ട്. പിടയ്ക്കുന്ന നല്ല പിടയ്ക്കണ മീൻ. ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം കൂട്ടുകാരെ.